ഹലോ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എന്നെങ്ങനെയുണ്ട് കാണാൻ? എന്നെ പൊക്കെ വേറെ ആരും വേണ്ടത്, ഞാൻ തന്നെ കുറെ പൊക്കിയിട്ടാ നിക്കണത്. അപ്പൊ ഇന്ന് നമ്മൾ പോണത് മണ്ണുത്തി പ്ലാക്കോട്, അവിടെ പള്ളി പെരുന്നാളുണ്ട് നമ്മുടെ കൂട്ടുകാരിയുടെ മണിയമ്പാറൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മൾ ഡീനരെ വീട്ടിലേക്ക് പോവാ. നിങ്ങൾ എന്റെ ഹൈലൈറ്റ് മാളുടെ വീഡിയോയില് നമ്മൾ ഡീനനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഡീനരെ വീട്ടിലേക്ക് പോണ്. ഫോണിന്റെ ചാർജറൊക്കെ എടുത്തിട്ടുണ്ട്. ചാർജറിന്റെ വള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ, മറ്റേ അഡാപ്റ്റർ എടുത്തില്ല, അതെടുക്കണം. കാറിൽ കുത്തിയിട്ടാലോ. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ഔട്ട്ഫിറ്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മുടി ഞാനൊന്ന് സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് നമ്മൾ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ അടുത്തുള്ള ബ്യൂട്ടി പാർലറിലില്ലേ, അവിടെ ദീപാവലി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അധികം പൈസ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഞാൻ അതിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിയിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടാ. അപ്പോ ഞങ്ങള് പോയിട്ട് വരട്ടെ. കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നേരത്തെ കയറിയിരുന്നിട്ടുണ്ട്. അഭിയേട്ടൻ വരാൻ നേരം വൈകി, അത് കാരണം കേട്ടാ. അപ്പൊ ഇനി നമ്മൾ പോണ വിശേഷങ്ങൾ കാണിച്ചു തരാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ കമ്മൽ എങ്ങനെയുണ്ട്? കഴിഞ്ഞ ക്രിസ്മസിന് മേടിച്ചതാ. ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ഞാൻ നിന്ന നിപ്പില് അല്ലല്ലോ, ഞാനിങ്ങനെ ചാടി ഇങ്ങനെ ഞാൻ ഒന്നിനും പറഞ്ഞ് ഭാഷകളാക്കണില്ല. അപ്പൊ പോണ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ ബൈ. വിട്ടോ കേറിക്കോ. അങ്ങനെ നമ്മള് അയ്യോ ഇത് കേറുന്നില്ല. അപ്പൊ നമ്മള് ഡീനർ വീട്ടിലേക്ക് പോണ്. ദേ പിള്ളേര് മിഠായി പൊട്ടിച്ച് തീറ്റ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെവിടാണോ കളിന്ന്? കഷ്ണം വയ്ക്കാനോ? വേണ്ട, മാതുന്നോ. ഷുഗർ കട്ട് വണ്ടി ഓടിക്കുമ്പോ തന്നെ കൊടുക്കണം. മലയുടെ ഉള്ളിൽ കൂടെ പോണം. മലയുടെ ഉള്ളിൽ കൂടെ കണ്ണാണ്ടുണ്ടാ? അങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പൊ കുതിരാന്റെ അടുത്ത് തന്നെയുണ്ട് അവളെ വീട്. അപ്പൊ നമുക്ക് വീട്ടിൽ കയറാം. കുട്ടികൾ അവിടെ നിൽക്കുന്നു. വീടെത്തി. അങ്ങനെ ഞങ്ങൾ ഡീനരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീനരെ ഉണ്ണികളാണ് കേട്ടോ. അത് ഏട്ടനവിടെ കരിക്ക് വിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. പിന്നെ ഡീനരെ ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചീനും അത് തൊട്ടടുത്ത് തന്നെ കേട്ടോ, ഹൈവേയിൽ തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ, ചേച്ചിമാരെയും ചേച്ചിനെയും ചേട്ടനെയൊക്കെ കണ്ടപ്പോൾ. ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്നറിയോ? പ്ലാക്കോട് പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവരുടെ പള്ളിയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇടവകപ്പള്ളി ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ. അവൾ കേൾക്കണ്ട തന്നെ ഓടിക്കും. അപ്പോൾ ഇനി നമ്മൾ പള്ളിയിലേക്ക് പോകണം. അപ്പോൾ പള്ളിയിൽ നിന്ന് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോണ ഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് എന്ത് രസമാണെന്ന് നോക്കിയേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാൻ വയനാട്, മൂന്നാർ അങ്ങനെ ഇടങ്ങളിലേക്കാണ് നമ്മൾ പോവാറ്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇടങ്ങളിലേക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെയൊക്കെ വന്നപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൂടുതലധികം ഇങ്ങനത്തെ കുറേ പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത്. അപ്പോൾ പള്ളിയിലേക്ക് കുറച്ചധികം ദൂരം ഉണ്ട് കേട്ടോ. ഇവർ അവിടെ നിന്ന് നടന്നിട്ട് എന്തോ ഒരു ഇതൊക്കെ ഇല്ലേ പള്ളിയുടെ ഇതിൽ, അങ്ങനെ പ്രദക്ഷിണം അതൊക്കെ അവർ വീട്ടിൽ നിന്ന് നടന്നിട്ട് ഈ പള്ളിയിലേക്ക് പോകാറുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ നല്ല ദൂരം ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല കുറേ വീടുകൾ. പിന്നെ നമ്മുടെ ഇത് പീച്ചി ഡാമിൻ്റെ ഇത് വെള്ളം അണക്കെട്ട്. അപ്പോൾ ആ വെള്ളത്തിനോട് കൂടിയിട്ട് എന്താ പറയുക, കുറച്ച്
കണക്റ്റഡ് ആയിട്ടുള്ള പുഴകളാണ് ആ കാണുന്നതൊക്കെ കേട്ടോ, ആ സൈഡിലൊക്കെ കാണുന്നത്. അങ്ങനെ അവസാനം നമ്മൾ പ്ലാക്കോട് പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീനയ്ക്ക് പിന്നെ അവിടെ അറിയുന്നതല്ലേ, അവരുടെ ഇടവക പള്ളിയല്ലേ. അപ്പോൾ ഡീനയുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളൊന്ന് സംസാരിക്കാൻ പോയി. നമ്മൾ നേരെ പള്ളിയിലേക്ക് പോയിട്ടാ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാത്തിരുന്നിട്ട് ഡീന ഏട്ടനൊക്കെ നേരം വൈകി പള്ളിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മളെ ഗസ്റ്റ് നോക്കിയിരിക്കണ്ടേ. നമ്മൾ നേരം വൈകി. സത്യം പറഞ്ഞാൽ അബിയേട്ടൻ്റെ മേക്കപ്പ് കാരണമാണ്. അങ്ങേര് ഷേവ് ചെയ്യാനും മുടി വെട്ടാനൊക്കെ വേണ്ടി പോയിട്ട് വരുമ്പോൾ നേരം വൈകി. അപ്പോൾ ആ പള്ളിയിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അവരിതിൽ നമുക്കറിയില്ലെങ്കിലും അവരെന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കിയിട്ടാണ്. നമുക്കറിയാവുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അബേട്ടനും മെജോ ചേട്ടൻ, അപ്പോൾ ഡീനർ ഹസ്ബൻഡിൻ്റെ പേര് മെജോ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വാണിയമ്പാറയിൽ തന്നെ ടാക്സി ഓടിക്കലാണ്. അപ്പോൾ ആളറിയാത്ത ആൾക്കാരൊന്നും ഇല്ല കേട്ടോ അവിടെ. ആൾ ഭയങ്കര എന്താ പറയുക. അത് മാത്രമല്ല, നമ്മളിത് കഴിഞ്ഞിട്ട് പള്ളിയിലെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം. അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. ഇതൊറ്റ പാട്ടിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ ചേട്ടന് അവിടെയുള്ള പരിസരങ്ങളൊക്കെ അറിയാം. അതല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ അല്ലേ, നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലത്ത് നമ്മൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമല്ലോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ മണ്ണുത്തി അല്ലല്ലോ, വാണിയമ്പാറ, മണ്ണുത്തി കഴിയണം കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, അതായത് ഇത്രയും പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ ഡീനരെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രദക്ഷിണത്തിന് പോയി. നമ്മൾ നേരത്തെ വരുമ്പോൾ ഒരു കപ്പേള ഉണ്ടായിരുന്നു ഒരു സൈഡിൽ. അപ്പോൾ പ്രദക്ഷിണം പോയപ്പോൾ അവിടെ നിന്ന് പിന്നെ കുറച്ച് നേരം മറ്റേ പടക്കം പൊട്ടിക്കൽ, കമ്പം, അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ പള്ളിയിലെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവരിങ്ങനെ പ്രദക്ഷിണത്തിന് മുമ്പ് ഒരു ചെറിയൊരു വെടിക്കെട്ട് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്താണ് നിന്ന് നടന്നത്. നമ്മൾ കുറച്ചടുത്ത് മാറി നിന്നു. നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ വെറുതെ അബിയേട്ടനെ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോയിൽ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കപ്പേള ഉണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പേളയിലേക്ക് ഇവർ നടന്നിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ അവർ പോയിട്ട് വരട്ടെ. അവർ പോയപ്പോൾ നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ അടിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു പുഴ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പീച്ചി ഡാമിൻ്റെ, അതായത് പീച്ചിയിലെ വെള്ളത്തിനോട് കണക്റ്റഡ് ചെയ്തിട്ടുള്ള കുറച്ച് പുഴകൾ. ശരിക്കും പറഞ്ഞാൽ ഡീനയ്ക്ക് അറിയാതെ എങ്ങനെയൊക്കെ പറയണ്ടേന്ന് എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നത് തന്നെ കുറേ നാളുകൾക്ക് ശേഷമാണ്. അത് കാരണം കേട്ടോ എൻ്റെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ അവളെ വിളിച്ച് ചോദിക്കേണ്ടി വരും. അവളിപ്പോൾ ജോലിയിലാവും. അപ്പോൾ അവൾ എന്നെ ചീത്ത പറയും. ചീത്തയൊന്നും പറയില്ല കേട്ടോ, അവൾ പാവണ്. അങ്ങനെ നമ്മൾ അവരൊക്കെ പോയപ്പോൾ അവൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളുള്ളതല്ലേ, പിന്നെ നമുക്ക് നടന്നു പോകണ്ടേ, അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു പള്ളിയിൽ. മറ്റേ ഉണ്ണിയപ്പത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർക്കിങ്ങനെ ഓരോ ഫാമിലിയിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചു തന്നു. പിള്ളേരുകളൊക്കെ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതിന് നേരെ ഓപ്പോസിറ്റ്, ഇപ്പം ഞാൻ നിൽക്കണതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, ഒരു കുത്തനൊരു ഇറക്കത്തിൽ ഇങ്ങനെ വെള്ളം, അതായത് നമ്മളെ പീച്ചിയുടെ കണക്റ്റഡ് പുഴകൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. അപ്പോൾ മേജോ ചേട്ടനാണ് കേട്ടോ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ മേജോ ചേട്ടൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളമുണ്ട്, അതിന് മുന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് നടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഭാവം നടക്കണമെങ്കിൽ നമ്മൾ ബാക്ക് ഇതിനോട്ടം നടക്കണം, വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് പോകും. അപ്പോൾ ഈ പള്ളിയിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ പ്രദേശങ്ങൾ കാണാനൊക്കെ പോകുന്നുണ്ട്. അത്ര അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്നാറ് ഹിൽ സ്റ്റേഷനും കാര്യങ്ങളൊന്നും കാണാൻ പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നോക്കിയേ, ഇവിടെ നല്ല തണുവായിരിക്കും കേട്ടോ. അതിപ്പോൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ അവൾ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് നല്ല തണവ, മേലെ കോട വന്ന് വീഴാന്ന്, അതായത് മഞ്ഞ് വന്ന് വീഴാന്ന്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ വെള്ളത്തിലേക്ക് ഇറങ്ങണതിൻ്റെ അതിനെന്തിനൊക്കെ കുറ്റകൃത്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു. പിന്നെ അത് മാത്രമല്ല കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞാൻ ആ തോണിയിലൊന്ന് കയറിയിട്ടാണ്. ഫൈബറിൻ്റെ ബോട്ടാണത്, ഫൈബർ വഞ്ചിയാണത്. അപ്പോൾ ശോഭിനി ഇരുന്നില്ലെങ്കിൽ തലയും കുത്തി വീഴുന്നു തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ കുറച്ച് നേരം കയറിയൊക്കെ ഇരുന്നു. കണ്ട ഈ സൈഡിലേക്കൊക്കെ നടക്കാമെന്ന് പറഞ്ഞു മേച്ചോട്ടെ, പക്ഷേ ഇപ്പോൾ വെള്ളമായിട്ട് കിടക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതാക്കിയില്ല. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ചു. ഉണ്ണികളൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ധൈര്യം മരുന്ന് നിൽക്കായിരുന്നു. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികളൊക്കെ നേരെ വെള്ളത്തിലേക്കാണ് ഓടുന്നത്. ഈ കടൽ കാണുമ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, അതേപോലെ ഇനി പുഴ കാണുമ്പോൾ കേട്ടോ. പിന്നെ അതുമാത്രമല്ല പള്ളി പെരുന്നാളിനോട് പള്ളിയിലെ പരിപാടിനോട് അനുബന്ധിച്ച് ലേലം വിളി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു മുട്ടനാടിനെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആടിനൊക്കെ ലേലം വിളിച്ചിട്ട് ആൾക്കാരിങ്ങനെ മേടിക്കും. അപ്പോൾ
നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ആടിനെ ലേലം വിളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ലേലം വിളി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല, എന്നാലും കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് തുകയെന്ന് ഇങ്ങനെ വിളിച്ച് ലാസ്റ്റ് വലിയ തുകയിലേക്ക് എത്തിയിട്ട് അങ്ങനെ. അപ്പോൾ ഭക്ഷണം ഉണ്ടായിരുന്നു പള്ളിയിൽ അന്ന്, മോരുകറി, ബീഫ്, ചോറ്, അച്ചാർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നമ്മൾ നേരത്തെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി നമ്മൾ വന്നു. എന്താണെന്ന് വെച്ചാൽ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് ആൾക്കാർ വരാറായിട്ടുണ്ട്. പ്രദക്ഷിണത്തിന് പോയ ആൾക്കാരില്ലേ, അപ്പോൾ നമ്മൾ നേരെ പള്ളിയിലേക്ക് വന്നു. കുറച്ച് നേരം പള്ളിയിലൊന്ന് കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയ വഴിക്ക് പ്രദക്ഷിണം കഴിഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാർ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പള്ളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേറെയും കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലം കേട്ടോ. ഇത് വരുന്നത് വാണിയമ്പാറ, അതായത് നമ്മുടെ മണ്ണുത്തിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗയിലേ ഞാൻ പോണ വഴി കാണിച്ചു തരാം. അത് നമ്മൾ അവിടെയുള്ള കുറച്ച് ചുറ്റുപാടുകൾ, കുറച്ച് സ്ഥലങ്ങൾ, അടിപൊളി പച്ചപ്പ് ഹരിതാപം ഞാൻ എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.